ഈ വചനം ഇങ്ങനെ വിളമ്പുമ്പോൾ എല്ലാവരും ഒരേപോലെ ഇതിൽ നിന്ന് ഭക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വതി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കിട്ടും. ഫുഡ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത്ര വളർച്ച ഉണ്ടാവില്ല. ആവശ്യത്തിന് ഫുഡ് നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരാധനയ്ക്കിടയ്ക്ക് അല്പം ഫുഡ് തരികയാണ്. ഇതെല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ആത്മാവിൽ വളരണം. ഇപ്പോൾ ചിലർക്ക് ദഹനശക്തി ഇച്ചിരി കുറവായിരിക്കും. ചിലർക്ക് അണപ്പല്ല് കാണുമ്പോൾ ചിരിക്കുമ്പോൾ പല്ലൊക്കെ ഉണ്ടെന്ന് തോന്നും. അണപ്പല്ല് 1-2 കാണുകയില്ല. ചിലർക്ക് ഈ ഭക്ഷണം ചിലത് പിടിക്കില്ല, അലർജിയാണ്. ചിലർക്ക് ഈ ഭക്ഷണം കേൾക്കുമ്പോഴേ എന്നും ഈ കഞ്ഞി ചമ്മന്തിയുള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഫുഡാണ് എന്ന് കരുതി ഇത് സ്വീകരിക്കണം. അങ്ങനെ ദൈവമായ കർത്താവ് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. എന്താണ് ആ പാഠം എന്നറിയാമോ? അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വപ്നം കാണിച്ചതും ഇത് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു ബോധം നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നഖവും വളർന്ന് മുടിയും വളർന്ന് അങ്ങനെ ആകപ്പാടെ ആ മനുഷ്യൻ ഒരു 7 വർഷം ഒരു അവസ്ഥയിലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വചനം പറയുകയാണ്, 35-ാം തിരുവചനം, സകല ഭൂവാസികളും അവിടുത്തെ മുൻപിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ എന്തിനാണ് ഈ ചെയ്തതെന്ന് അവിടുത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല. ഈ വചനത്തെക്കുറിച്ച് പറയുന്നത് ഭക്ഷണ മേശയിൽ വിളമ്പുന്ന ഫുഡ് കണക്കാണ്. ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ നിരത്തി വെക്കും. അപ്പോൾ നമ്മളൊരു 6 പേര് അല്ലെങ്കിൽ 8 പേര് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തിപ്പോൾ ഒരാൾ മാത്രമേ ഈ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുള്ളെങ്കിലോ, ഒരാൾ മാത്രമേ ഭക്ഷണം കഴിക്കും, ബാക്കി 5 പേര് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് വല്ല മെച്ചം ഉണ്ടാവുമോ? ഇല്ല. ഇതുപോലെയാണ് നമ്മൾ ഈ വചനം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വചനം വിളമ്പുകയാണ്. ഈ വചനം ഇങ്ങനെ വിളമ്പുമ്പോൾ എല്ലാവരും ഒരേപോലെ ഇതിൽ നിന്ന് ഭക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വതി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കിട്ടും. ഫുഡ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത്ര വളർച്ച ഉണ്ടാവില്ല. ആവശ്യത്തിന് ഫുഡ് നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരാധനയ്ക്കിടയ്ക്ക് അല്പം ഫുഡ് തരികയാണ്. ഇതെല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ആത്മാവിൽ വളരണം. ഇപ്പോൾ ചിലർക്ക് ദഹനശക്തി ഇച്ചിരി കുറവായിരിക്കും. ചിലർക്ക് അണപ്പല്ല് കാണുമ്പോൾ ചിരിക്കുമ്പോൾ പല്ലൊക്കെ ഉണ്ടെന്ന് തോന്നും. അണപ്പല്ല് 1-2 കാണുകയില്ല. ചിലർക്ക് ഈ ഭക്ഷണം ചിലത് പിടിക്കില്ല, അലർജിയാണ്. ചിലർക്ക് ഈ ഭക്ഷണം കേൾക്കുമ്പോഴേ എന്നും ഈ കഞ്ഞി ചമ്മന്തിയുള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഫുഡാണ് എന്ന് കരുതി ഇത് സ്വീകരിക്കണം. കാരണം രോഗികളായിട്ടിരിക്കുന്ന ചിലർക്ക് കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കണം നമ്മൾ. വളരെ പ്രതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് അതിനകത്തൂടെയുള്ള ദൈവദൂത് നമുക്കുള്ള സന്ദേശം സ്വീകരിച്ച് ഫുഡ് കഴിച്ച് ഇടയ്ക്ക് ഇറച്ചി കഷ്ണം കിട്ടും, ചില നേരം ചവയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ചവച്ച് നമുക്കത് നല്ല ശരീരത്തിന് ആവശ്യമായിട്ടായി മാറ്റി എടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വായിക്കാമോ? അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? സ്വർഗത്തിൻ്റെ കയ്യിലാണ് കൺട്രോൾ, എല്ലാത്തിൻ്റെയും കൺട്രോൾ. ഭൂമിയിൽ പലരും പല രീതിയിൽ നടക്കുന്നതായിട്ട് കണ്ടേക്കാം. പല രീതിയിൽ ഓടി നടക്കും, പല രീതിയിൽ ഇഷ്ടം പോലെ തിന്നും കുടിച്ചും രമിച്ചും ഒക്കെ നടക്കുന്നത് കണ്ടേക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്
അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാം അധ്യായം 1 മുതൽ 20 വരെ, അതിൻ്റെ കുറച്ച് നമുക്ക് 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പം ഇവിടെ സാവൂൾ എന്ന് പറയുന്ന പൗലോസ് ശ്ലീഹായുടെ ഒരു മനസാന്തരത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പം നമ്മുടെ വിഷയം എന്താണ്? സ്വർഗത്തിൻ്റെ കയ്യിലാണ് സകലത്തിൻ്റെയും കൺട്രോൾ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എത്ര കുഴമറിഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും, അഴകുഴാന്നിരിക്കുന്ന പ്രശ്നമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സെറ്റിൽഡ് ആകത്തില്ല എന്ന് എഴുതി തള്ളിയ കേസാണെങ്കിലും വിശ്വസിക്കണം, സ്വർഗത്തിന് ഒരു കൺട്രോളുണ്ട്, ദൈവത്തിനൊരു തീരുമാനമുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വസിക്കണം. എന്നിട്ട് പറയാമോ? ദൈവത്തിന് എല്ലാറ്റിനും നിയന്ത്രണമുണ്ട്. ദൈവത്തിന് എല്ലാറ്റിൻ്റെയും മേൽ നിയന്ത്രണമുണ്ട്. ഇത് നമ്മൾ ഹൃദയത്തിൽ ആഴപ്പെടണം. പലരും ആകുലപ്പെടുന്നതിൻ്റെ, സങ്കടപ്പെടുന്നതിൻ്റെ കാര്യം ആത്യന്തികമായിട്ട് ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം, അതുകൊണ്ടാണ് ഉത്കണ്ഠ. ആകപ്പാടെ നമുക്ക് വചനം പഠിക്കാനൊക്കെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ ചൊവ്വാഴ്ച സമയത്തെ ഒരല്പനേരമാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച ഒരല്പനേരമാണ്. അതിൽ കൂടുതൽ നേരവും നമ്മൾ വന്ന് നമ്മുടേതായ പ്രശ്നങ്ങളും തലവേദനയും, നമ്മുടേതായ ജീവിത പ്രശ്നങ്ങളും, നമ്മുടേതായ വിടുതലിൻ്റെ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് സമർപ്പിച്ചിട്ടങ്ങ് പോകുന്നേ ഉള്ളൂ. വചനം പഠിക്കാനൊക്കെ അല്പനേരമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഒരു ആഴമുള്ളൊരു ചിന്തയാണ്, എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ, എൻ്റെ ദൈവത്തിന് ഒരു കൈയുണ്ട് എല്ലാത്തിൻ്റെ മേൽ. അത് വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധനയെ നമുക്ക് സംബന്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. സാവൂൾ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അവൻ ദൈവസഭയ്ക്കെതിരെ, ദൈവസഭ അന്ന് വിളിച്ചിരുന്ന പേരാണ് കർത്താവിൻ്റെ ശിഷ്യർ. ആദിമസഭയെ ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്ന പേരാണ് കർത്താവിൻ്റെ ശിഷ്യർ. നല്ല പേരാണ്, ഇങ്ങനൊരു പേരാണ് വിളിക്കുന്നത്, കർത്താവിൻ്റെ ശിഷ്യർ. അപ്പം ഇവരെക്കുറിച്ച് നമ്മൾ കൂടെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ സഭ വളർന്നു എന്നുള്ളതിന് മറ്റൊരു പേരാ. ആദിമ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വിട്ട പേരാണ് കർത്താവിൻ്റെ ശിഷ്യർ. അപ്പം ഇന്നും നമ്മുടെ സഭയെ വ്യത്യസ്തമാക്കുന്നത്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വ്യത്യസ്തമാക്കുന്നത്, നമുക്ക് ഈ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളല്ല. മതം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? കർത്താവിൻ്റെ ശിഷ്യർ. കർത്താവിൻ്റെ ശിഷ്യർ. 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 9-ാം അധ്യായം 2-ാം വാക്യം. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് എന്ത് സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരെ കണ്ടാലെന്ന്? ക്രിസ്തുമാർഗം. അതായത് ഇതൊരു വഴിയാണ്. നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിത വഴിയാണ്. ഈശോ പറഞ്ഞ പോലെ ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അതായത് യേശു ക്രിസ്തുവാണ് ഈ മാർഗം. അപ്പം ഇതൊരു മതമല്ല. അതുകൊണ്ട് തന്നെ മതഭ്രാന്തൊന്നും ഇതിനകത്ത് ആരും തിരികെ കയറ്റേണ്ടതിൻ്റെ ആവശ്യമില്ല. ആർക്കെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാന വിഷയമാണ് സഭയെ ഒരു മതമായി കണ്ട് മതഭ്രാന്ത് വിളറി പിടിച്ച് മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് നമ്മളെല്ലാം കൂടെ പിടിച്ചു വലിച്ചിട്ട് അങ്ങനെ ആകെപ്പാടെ വെറിവുകൊണ്ട് മറ്റു മതങ്ങൾക്കെതിരെ യുദ്ധം നടത്തുന്ന ഒരു പ്രവണതകൾ കണ്ടുവരികയാണ്. എന്താ കാരണം? അടിസ്ഥാനപരമായിട്ട് വചനം അറിയാത്തതുകൊണ്ടുള്ള വിഷയമാണ്. വചനം എന്താ പറയുക? ഇതൊരു മാർഗമാണ്. ഇതിൻ്റെ പേരാണ് ക്രിസ്തു മാർഗം. മതത്തിൻ്റെ ഒരു ഭ്രാന്ത് നമുക്കില്ല. ഇതൊരു ജീവിത ശൈലിയാണ്.
യേശുക്രിസ്തു എന്ന ജീവിതശൈലി, അവനൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ട്. അതേ വഴിയിലൂടെ നടക്കാനുള്ള പാവപ്പെട്ട നമ്മളുടെ ശ്രമത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമേറി പറ ഹല്ലേലൂയ. 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 അപ്പോൾ ആരാണ് ഈ ശിഷ്യൻ? അപ്പോൾ ആദ്യം ആ സഭയെ വിളിച്ചിരുന്ന പേരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ ആരാണ് ശിഷ്യർ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം വായിക്കുമ്പോൾ അറിയാം ആരാണ് ശിഷ്യൻ. ഈശോ പറഞ്ഞു, യോഹന്നാൻ 8:31 വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. അപ്പോൾ ആരാണ് എൻ്റെ ശിഷ്യര്? വചനത്തിൽ നിലനിൽക്കുന്നവർ. അപ്പോൾ ആദിമ സഭയെ പരിശുദ്ധാത്മാവ് വിളിച്ച പേരാണ് കർത്താവിൻ്റെ ശിഷ്യർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ഇന്നും വിളിക്കുന്ന പേരാണ് എൻ്റെ ശിഷ്യരാണ് ഇരിക്കുന്നത്. ഇതൊരു മതമല്ല, ഇതൊരു ശിഷ്യഗണമാണ്, ഒരു ശിഷ്യരുടെ കൂട്ടായ്മ. ആരാണ് ഈ ശിഷ്യർ? വചനം പറയാണ്, യോഹന്നാൻ 8:31, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറയാണ്, എന്താ പറയുന്നേ? എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ, ഈ വചനം ഈ ഉള്ളിൽ കയറുന്നവരുടെ പേരാണ് ശിഷ്യർ. ഈ വചനം പലപ്പോഴും വായിക്കുന്നതല്ല, വചനം ഇത് ഉള്ളിൽ കയറി കിടന്നാൽ അഥവാ ഒന്ന് തെറ്റിപ്പോയാലും പെട്ടെന്ന് ഈ വചനം എന്ത് ചെയ്യും? നോ നോ, ഇങ്ങോട്ട് പിടിച്ചു. നമ്മൾ ഈ തെരുവിലൂടെ നടക്കുന്ന ഈ കാളകളെ കണ്ടിട്ടുണ്ടല്ലേ? ചന്തയിൽ കൂടെ ചന്തക്കാളകളെ, അമ്പലക്കാളകളെ. ഈ അമ്പലക്കാളയും ഈ കാളവണ്ടിയിലുള്ള കാളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഈ അമ്പലക്കാളയ്ക്ക് എന്തില്ല? ആരോഗ്യമില്ല, അതിന് ഈ മൂക്കുകയറില്ല. എന്നാൽ കാളവണ്ടിയിലുള്ള കാളയ്ക്ക് എൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ മുകളിലൊരു നുഖമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോഴിവിടെ ക്രിസ്തു ശിഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവൻ്റെ ഉള്ളിൽ ഈ വചനമുണ്ട്. ഇവൻ ഒരു കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ വചനം ഇങ്ങനെ ഇല്ല മൂക്കേറിൽ പിടിക്കുന്നതാണ്, വേണ്ട, ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യും. അതാണ് ഈ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവനെ സ്വാധീനിക്കുന്ന ദൈവവചനം. ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈശോ പറയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് പറഞ്ഞാൽ ഈ വചനത്താൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ജീവിതം. ഞാനും നിങ്ങളും സ്വയം ആത്മപരിശോധന ചെയ്താൽ മതി. നമ്മളൊരു ജീവിത വഴിയിൽ തെറ്റായ വഴിയിലൂടെ പോകാനായിട്ട് ഒരു കാല് വെച്ചാൽ വചനം നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? നോ. മനസാക്ഷി കുത്ത് വേണ്ട. വചനം അങ്ങനെ പറയുന്നില്ല, വചനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്പലക്കാള കണക്ക്, ചന്തക്കാള കണക്ക്, അതിന് കൊമ്പുണ്ട്, ആരെയും വേണേലും കുത്താം. മറ്റേ കാളയ്ക്കും കൊമ്പുണ്ട്, ഏത് കാളവണ്ടി കെട്ടിയിട്ടിരിക്കുന്ന കാളയ്ക്കും. പക്ഷേ കുത്താൻ പറ്റുകയില്ല, നുഖമുണ്ട്. ഇതിൻ്റെ കയറും വേറൊരാളുടെ കയ്യിലാണ്, അയാൾ നിയന്ത്രിക്കും, ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ വചനം. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിൻ്റെ 101-ാം വചനം സുന്ദരമായൊരു വചനമാണ്. ആ വചനം നമുക്കൊന്ന് പറയാം. സങ്കീർത്തനം 119-ന്റെ 101. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. എൻ്റെ പാദങ്ങൾ ഞാൻ പിൻവലിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അപ്പോൾ ഈ പാദം ഇങ്ങനെ അങ്ങ് പോയി, പാദം പാളിപ്പാളി അങ്ങ് പോയി. പക്ഷെ അന്നേരമാണ് ഈ വചനം ഉള്ളിൽ കിടന്ന് പറയാണ് നോ നോ. അപ്പോൾ ഈ വചനം എന്തു ചെയ്യും?
അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി എൻ്റെ പാദങ്ങൾ ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു. ഇതാണ് വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വചനവിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നോ അങ്ങനെ ചെയ്യില്ല, അത് പറയരുത്, അവിടെ പോകരുത്. ഇതിൻ്റെ പേരാണ് ക്രിസ്തു ശിഷ്യൻ. വലുതരം എഴുതി പറ ഹല്ലേലൂയാ. ഈ കൃപ കിട്ടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. ലൂക്ക 14 25-26 വാക്യങ്ങൾ. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്തു വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. ആർക്ക്? എനിക്ക് പ്രയോറിറ്റി തരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിഷയം ഇതാണ്. ആദിമസഭയ്ക്ക് പരിശുദ്ധാത്മാ വിട്ട പേരാണ് ക്രിസ്തു ശിഷ്യരുടെ കൂട്ടായ്മ, ക്രിസ്തു ശിഷ്യരുടെ ഗണം. ആരാണ് ശിഷ്യൻ? ഒന്ന്, വചനത്താൽ സ്വാധീനിക്കപ്പെടുന്നവനാണ് ശിഷ്യൻ, വചനം നിയന്ത്രിക്കുന്നവനാണ് ശിഷ്യൻ. രണ്ട്, ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുന്നവനാണ് ശിഷ്യൻ. അവനേക്കാൾ ഉപരി മാതാപിതാക്കളെയോ ഭാര്യയോ സഹോദരങ്ങളെയോ സ്വജീവനെയോ സ്നേഹിക്കാത്ത, എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാനായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞാൻ എൻ്റെ ഈശോയെ അറിഞ്ഞതിന് ശേഷം ഈശോയ്ക്കാണ് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഞാൻ. ഇതിൻ്റെ പേരാണ് ശിഷ്യത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇങ്ങനെ ആദിമസഭയെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുറച്ച് പേരെ കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരുടെ ഉള്ളിൽ ഈ വചനം അങ്ങ് നിറഞ്ഞു, ഈശോ അങ്ങ് നിറഞ്ഞു. പിന്നെ എന്ത് ചെയ്താലും ഈശോ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. രണ്ട്, അവർക്ക് എന്ത് വന്നാലും പ്രയോറിറ്റി ഒന്നാം സ്ഥാനം ഈശോയാണ്. അതുകൊണ്ടാണ് ജീവൻ കൊടുക്കാനും ബലി കഴിക്കാനും അടികൊള്ളാനും തൊഴികൊള്ളാനും പന്തം പോലെ നിർത്തി കത്തിക്കാനും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാനും കുരിശുമേ തറയ്ക്കാനും എല്ലാവരും തയ്യാറാകുന്നതിൻ്റെ കാര്യം എന്താ? സ്വന്തം ജീവനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതിൻ്റെ കാര്യം പ്രയോറിറ്റി ഒന്നാം സ്ഥാനം ഈശോ. അപ്പം അങ്ങനെയുള്ളവരെ ഈശോ ആദ്യമേ വിളിച്ച പേരാണ് എൻ്റെ ശിഷ്യന്മാർ. ഇനി നമുക്ക് 9 അധ്യായം 1-2 വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9 അധ്യായം 1-2 വാക്യം. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വചനം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. സാവൂൾ എല്ലാ തലങ്ങളിലും അധികാരമുള്ളവനാൽ, പ്രധാന പുരോഹിതന്മാരുടെ മേൽ പിടിപാടുള്ളവൻ, ആ ദേശത്തെ ഭരണാധികാരിയുടെ മേൽ സ്വാധീനമുള്ളവൻ. അദ്ദേഹം തീരുമാനിച്ചു, ഈ കർത്താവിൻ്റെ ശിഷ്യരെ, അതായത് ഈ വചനം കൊണ്ട് ജീവിക്കുന്ന, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഈ ആളുകളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വധഭീഷണി മുഴക്കി അവൻ എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കുകളും നടത്തിക്കൊണ്ട് ദമാസ്കസിലേക്ക് പോവുകയാണ്. ഈ മാർഗത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാരാരെ കണ്ടാലും പിടിച്ചു കെട്ടി കാരാഗൃഹത്തിലിടുക, തല്ലിക്കൊല്ലുക. ഇതിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സാവൂൾ ഇങ്ങനെ ദമാസ്കസിലേക്ക് പോവുക. നമ്മൾ ശ്രദ്ധിക്കണം, ഈ സാവൂളിനെ സംബന്ധിച്ച് അധികാരമുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, അവൻ്റെ മേലും ഒരു കൺട്രോൾ ആർക്കുണ്ട്? സ്വർഗത്തിനുണ്ട്. അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. അവൻ യാത്ര ചെയ്ത്
ദമാസ്കസിലെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി, പെട്ടെന്നൊരു വെട്ടം, പിന്നൊരു ശബ്ദം. ഒരു വെട്ടവും ഒരു ശബ്ദവും. അവൻ്റെ കാര്യം തീർന്നു. അവൻ തറയിൽ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. കാര്യം, അവന് അധികാരമുണ്ട്, പ്രധാന പുരോഹിതൻ്റെ മേൽ പിടിപാടുണ്ട്, അവൻ അധികാരപത്രങ്ങൾ, പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്തു. അവൻ സ്ത്രീപുരുഷന്മാരെ ബന്ധിച്ചാൽ അവനെ ആരും ചോദ്യം ചെയ്യത്തില്ല. ഈ ക്രിസ്തു മാർഗത്തിനെതിരെ അവൻ എന്ത് ചെയ്താലും അവനെ ആരും ചോദ്യം ചെയ്യത്തില്ല. ഇതിനെതിരെ എത്ര തരത്തിൽ വെല്ലുവിളി ഉയർത്തിയാലും അവനെ ഒരു മനുഷ്യനും എന്തിനാണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയില്ല. അത്രമേൽ അധികാരമുള്ളവനായിട്ടും പറഞ്ഞു വരുന്നത്, ദേ ഒരു മിന്നലുളി, ഒരു ശബ്ദം, അവൻ കുതിരപ്പുറത്ത് തറയിൽ പോയി. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് എല്ലാത്തിൻ്റെയും മേൽ ഒരു കൺട്രോൾ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപക്ഷെ ലോകത്തിൽ വലിയ പടയോട്ടങ്ങളും തേരോട്ടങ്ങളും നടത്തുന്ന അനേകരുണ്ടാവും. നമുക്കെതിരെ അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ നീതി നിഷേധിക്കുന്നവരുണ്ടാവും. നമ്മുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒരുമ്പെടുന്നവരുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വസിക്കണം, സ്വർഗത്തിന് എല്ലാറ്റിൻ്റെയും മേൽ ഒരു കൺട്രോൾ, നിയന്ത്രണം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വായിക്കാം. അവൻ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ചോദിക്കുന്ന ആരാ? സ്വർഗം ചോദിക്കുകയാണ്. സാവൂൾ യഥാർത്ഥത്തിൽ കർത്താവിനെയാണോ പീഡിപ്പിച്ചേ? ഈശോയല്ല പീഡിപ്പിച്ചേ. പക്ഷേ ചോദ്യം ഇങ്ങനെയാണ്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു സമൂഹമാണ്, ഇത് കേൾക്കുന്നത് ഒരു കൊച്ചു സമൂഹമാണ്. ഇവരെ കുറിച്ച് സ്വർഗം എന്ന് പറയുന്ന ദൂത് എന്താണെന്നറിയാമോ? സന്ദേശം, യു ആർ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗാഡ്. നിനക്കെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ സ്വർഗം അത് ഗൗരവത്തോടെ എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ ശിഷ്യനാണെങ്കിൽ, നീ കർത്താവിന് വേണ്ടപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാണെങ്കിൽ, നീ ദൈവത്തെ അറിഞ്ഞവളാണെങ്കിൽ എന്ന് വെച്ചാൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് മാമോദീസ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, നിനക്കെതിരെ ആരൊരു വിരൽ അനക്കിയാലും സ്വർഗം വേദനയോട് അതിനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇതിനോളം പ്രധാനമായിട്ട് ദൈവത്തിന് വേറൊന്നുമില്ല. ഈശോ അന്നേരം ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നമ്മെ സംബന്ധിച്ച് ഇത് പലപ്പോഴും മനസ്സിലാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ഓ, പിശാചിട്ട് പീഡിപ്പിക്കുന്നു, ആൾക്കാർ അതിനേക്കാൾ പീഡിപ്പിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളിട്ട് പീഡിപ്പിക്കുന്നു, അങ്ങനെ നമ്മളെങ്ങ് സഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണെന്ന് വിധി എഴുതുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഏൽക്കുന്ന സഹനത്തിനെല്ലാം സ്വർഗം ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വർഗത്തിന് അതിന് ചോദ്യം ചെയ്യാനുള്ള ഒരു കടമയുണ്ട്. കാരണം യു ആർ സോ ഇമ്പോർട്ടൻറ്റ്. നിനക്ക് നിന്നെക്കുറിച്ച് ദൈവം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ ബലപ്പെടണമെന്ന് പറയാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു പ്രധാന സ്ഥാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതരുത്, ഒരു പക്ഷേ അല്പം നേരം കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. നമ്മളെ പീഡിപ്പിക്കുന്നവർ അല്പം നാൾ നമ്മളെ വേദനിപ്പിച്ചതിന് ശേഷമായിരിക്കും കർത്താവ് അവരോട് ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കും, കാരണം നീ ദൈവത്തിൻ്റെ സഭ ആയതുകൊണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സാ വാചാ കർമ്മണം ഒന്നും അറിയാതെ ദൈവത്തെ മാത്രം വിളിച്ചു നടക്കുകയും നമുക്കെതിരെ ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്യുകയും ചെയ്താൽ
അവനോട് കർത്താവ് പറയുന്നൊരു മറുപടിയാണ്, നീ പീഡിപ്പിക്കുന്നത് അവനെയല്ല അവളെയല്ല മറിച്ച് എന്നെയാ. നമ്മെ വേദനിപ്പിക്കുന്നവരെ നോക്കി കർത്താവ് പറയാണ്, നീ പീഡിപ്പിക്കുന്നത് എന്നെയാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് അത്രമേൽ പ്രാധാന്യം നമ്മളെക്കുറിച്ച് സ്വർഗത്തിന് ഉണ്ട് എങ്കിൽ നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് ഈ രാത്രി വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. വലതുകരം എഴുതി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് അവൻ തറയിൽ പോയി. നോക്കണം സ്വർഗത്തിൻ്റെ പദ്ധതി. അവൻ കുതിരപ്പുറത്തും തറയിൽ പോയി. തറയിൽ വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ചയില്ല. കണ്ണ് തുറന്നിരിപ്പുണ്ട്, പക്ഷെ കണ്ണ് കാണുന്നില്ല. ഇതിൽ പറയണം 3 ദിവസത്തേക്ക് അവൻ കണ്ണ് കാണാത്തവനായിട്ടിരിക്കുകയാണ്. അവൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിച്ചില്ല, അവൻ അല്പം വെള്ളം പോലും കുടിച്ചില്ല, അവന് കണ്ണും കാണുന്നില്ല. 3 ദിവസം ഒറ്റ ഇരിപ്പ്. അപ്പോൾ ഈ സ്വരം പറയുകയാണ്, എഴുന്നേറ്റ് നീ നഗരത്തിലേക്ക് പോവുക, അവിടെ എന്താണ് നീ ചെയ്യേണ്ടതെന്ന് നിന്നെ ഞാൻ അറിയിക്കാം. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്കൊന്നും പിടികിട്ടിയില്ല. അവൻ എഴുന്നേറ്റ് തപ്പി നടന്നപ്പോൾ കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 9-ാം വാക്യം, 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് ഒന്ന് ആലോചിച്ചേ, ഭക്ഷണമില്ല, വെള്ളമില്ല, അവന് കാഴ്ചയില്ല. ഇതിൻ്റെ പേരാണ് സ്വർഗത്തിൻ്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ. ഇത്രയേ ഉള്ളൂ. ഈ ഓട്ടമില്ല, തേരോട്ടം പടയോട്ടം തീർന്നു, ദേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ഇവൻ ഒരു കാര്യം ചെയ്തു. ഇവൻ എന്താ ചെയ്തതെന്നറിയാമോ? സൗൾ ഈ 3 ദിവസം അവൻ ഭക്ഷിച്ചില്ല, വെള്ളം കുടിച്ചില്ല, അവൻ കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മൾ 10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നഗരത്തിൽ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ഈ നഗരത്തിൽ അനനിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അവന് ഒരു ദർശനമുണ്ടായി. ഈ അനനിയാസ് ക്രിസ്തു ശിഷ്യനാണ്. അവൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അനനിയാസ്. അവൻ വിളി കേട്ടു, കർത്താവേ ഇതാ ഞാൻ. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഈ പട്ടണത്തിലെ ദമാസ്കസിലെ അതിൻ്റെ എൻട്രൻസിൽ ഋജുവീതി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വഴിയാണ്. ആ വഴിയിൽ ചെല്ലുമ്പോൾ യൂദാസിൻ്റെ ഭവനത്തിൽ, അന്നത്തെ കാലത്തെ മറ്റൊരു ക്രിസ്തു ശിഷ്യനാണ്, ഈ യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കണം. അവനവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? വായിക്കാമോ? അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല, 3 ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല, കണ്ണും കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, അവൻ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയാം. പട്ടിണിയാണ്, കാഴ്ചയില്ല, പക്ഷെ 3 ദിവസം ഇവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാണ് ദൈവദൂതൻ അനനിയാസിനോട് പറയുന്നത്, ദേ നീ അവൻ്റെ അടുത്ത് ചെല്ലണം, കാരണം അവനിതാ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വർഗം ഈ കൺട്രോൾ മുഴുവൻ ഏറ്റെടുത്ത് ഇവൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുകയാണ്. ഇവൻ പട്ടിണി ഇരുന്നാലും ഇവൻ്റെ ഉള്ളിൽ പ്രാർത്ഥന കിട്ടി. അതുവരെ ഇവൻ്റെ മനസ്സിലെന്താ? പ്രതികാര ചിന്തയാണ്, പകയാണ്. അധികാരപത്രങ്ങളും വാങ്ങിച്ച് പേപ്പർ വർക്ക് നടത്തി എല്ലാത്തിനും തല്ലിക്കൊല്ലാൻ വേണ്ടി ഓടി നടന്നവൻ 3 ദിവസം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞു. അവനിപ്പോൾ പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. ഇതാണ് സ്വർഗത്തിൻ്റെ ഒരു ടച്ച് എന്ന് പറയുന്നത്. ഇതുവരെ വലിയ ലോകത്തെ കീഴടക്കാൻ വേണ്ടി പരാക്രമം പാഞ്ഞുകൊണ്ടിരുന്നവൻ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ജീവിതം, ഇത്രേ ഉള്ളൂ ജീവിതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു പാഠം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ അനനിയാസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനനിയാസ് എന്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? 13-ാം തിരുവചനം വായിക്കുമ്പോൾ അറിയാം.
ഈ അനനിയാസ് എന്ന് പറയുന്ന ആള് ദമാസ്കസിൽ എന്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? 13-ാം വാക്യം വായിക്കാമോ? അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അനനിയാസിന്റെ പ്രാർത്ഥന എന്തോ? കർത്താവേ, ഒരു മാരാണം വരുന്നുണ്ട്, ദമാസ്കസിലേക്ക് വരുന്നുണ്ട്, അധികാരപത്രവുമായിട്ട്. ഇവൻ ഇവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെയും തല്ലിക്കൊല്ലാൻ വേണ്ടി വരികയാണ്. ക്രിസ്തു ശിഷ്യരെയും അധികാരപത്രം ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണ്. ഇവൻ വരുന്നു, ഈ ഒരു വലിയ ഭീഷണി എങ്ങനെയും ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്? അനനിയാസ്. ഇനി ശ്രദ്ധിക്കണം, ഈ അനനിയാസിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ബൗണ്ടറി ഉണ്ടായിരുന്നു. ഈ അനനിയാസിൻ്റെ പ്രാർത്ഥനയുടെ ബൗണ്ടറിയിൽ സാവൂൾ കാലെടുത്ത് വെച്ചപ്പോൾ ഇടി കിട്ടി, മിന്നലൊളി കിട്ടി, അവനവിടെ വീണു. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനനിയാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇതാ വരുന്നൊരുത്തൻ അധികാരപത്രവുമായി. അവനിതാ ഈ ദമാസ്കസിൽ കയറാൻ പോകുന്നു. ഈ അനനിയാസ് എന്ന പാവപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യൻ പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണ ബൗണ്ടറി അങ്ങ് വരച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, അതിനകത്തേക്ക് കാലെടുത്ത് വെച്ചു കിടക്കുന്നു സൗൾ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അനനിയാസിന്റെ പ്രാർത്ഥനയുടെ സംരക്ഷണ ഭിത്തി ഭേദിച്ച് ഒരു ശക്തിക്കും പ്രവേശിക്കാൻ പറ്റില്ല. സ്വർഗം ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നമ്മളെ കുടുംബനാഥന്മാര് ഈ വീടിന് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തിയൊക്കെ ഇങ്ങോട്ട് വരച്ചിടും. വീട്ടിൽ അമ്മമാര് ഈ മക്കൾക്ക് ചുറ്റുമൊക്കെ ഒരു ബൗണ്ടറി, ഇങ്ങനെ പ്രാർത്ഥനയുടെ ബൗണ്ടറി ഇങ്ങനെ വരച്ചിടും. ഇതിനകത്തേക്ക് കയറിയാൽ അടിച്ചു പോകും. അതൊരു ഷാർജ, വെള്ളത്തിനകത്ത് കരണ്ട് കിടക്കുന്ന പോലെ അറിയത്തില്ല. വെള്ളത്തിൽ കൂടെ നടക്കുമ്പോഴാണ് എന്തോ സംഭവിച്ചു, എടുത്തൊരു എറു കൊടുത്ത്. ഇതുപോലെ ഒരു ബൗണ്ടറി വരച്ചിടാൻ പറ്റും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അനനിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ബൗണ്ടറി വരച്ചിട്ട് അത് അങ്ങോട്ട് കയറിയപ്പോൾ സൗൾ വീണു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അനനിയാസ്, നീ ധൈര്യമായിട്ട് പോക്കോ, നിന്റെ ബൗണ്ടറിയിൽ കയറിയവൻ തറയിൽ വീണിട്ടുണ്ട്, അവനെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അനനിയാസ് ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. പിന്നീട് നമ്മൾ കാണുന്നത്, അവനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ വളരെ ശക്തിയോടുകൂടി സാവൂൾ ഈ ശുശ്രൂഷ ആരംഭിച്ചു. ഇപ്പം ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ കാര്യം നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ തേരോട്ടങ്ങൾ നടത്തിയാലും സ്വർഗം നമ്മുടെ മേൽ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ്. കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടി കണ്ടുകൊണ്ട് ഈ ആരാധന നമ്മൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു പാഠമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇതേപോലെ ഒരു സംഭവം പറയുന്നുണ്ട്. അതിന് 4-ാം അധ്യായത്തിലാണ്. ഇവിടെ രാജാവുണ്ട്. രാജാവിൻ്റെ പേര് നെബൂഖദ്നേസർ എന്നാണ്. ഈ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഈ രാജാവ് സ്വപ്നം കണ്ടിട്ട് രാജാവിന് ഉറക്കമില്ല. നാട്ടിലുള്ള മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ, കൽദായരെ, ജ്യോത്സ്യന്മാരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് പറ്റത്തില്ല. ഇവിടെ ദാനിയേൽ എന്ന് പേരുള്ള, അവൻ്റെ പേര് ബെൽത്ശാസർ എന്നാണ്. അങ്ങനെ വിശുദ്ധരുടെ ദേവന്മാരുടെ ആത്മാവ് നിറഞ്ഞ ഒരാളുണ്ട്. അപ്പം അവനെ കൊണ്ട് ദാനിയേലിനെ കൊണ്ടുവരാം, അവൻ പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ ദാനിയേലിനോട് രാജാവ് പറഞ്ഞു, ദാനിയേലേ, ഞാൻ കിടക്കയിൽ കിടന്ന് കണ്ട ഒരു സ്വപ്നമുണ്ട്. അതിതാണ് 10-ാം വാക്യം. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യം. എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ്. ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു. ആ വൃക്ഷം വളർന്ന് വലുതായി. അതിന്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ വൃക്ഷം ഇങ്ങനെ വളർന്ന് വലിയൊരു വൃക്ഷമായി. അതിങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്നമാണ്. രാജാവ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായ്കൾ ചിതറിച്ച് കളയുവേൻ. പറഞ്ഞു തീർന്നില്ല. ആരാണ്ടൊക്കെ വന്ന് വെട്ടിക്കണ്ടിച്ച് അതെല്ലാം കൂടെ ചിന്നഭിന്നമാക്കി. ഇതുകൊണ്ട് പാവം രാജാവ് ഞെട്ടി ഉണർന്നിട്ട് ഇതെന്താ സംഭവം? ഇപ്പം ദാനിയേൽ പറഞ്ഞു, അതേ, പ്രശ്നമൊന്നുമില്ല, ഈ വൃക്ഷം നീ തന്നെയാന്ന് പറഞ്ഞു. ഈ വൃക്ഷം നീ തന്നെയാണ് രാജാവേ. ഇതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. രാജാവായ ദൈവം, അത്യുന്നതനായ ദൈവം എൻ്റെ നാഥനായ രാജാവിൻ്റെ മേൽ വന്ന വിധിവാചകമാണിത്. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. നിന്റെ വാസം വന്യമൃഗങ്ങളോടുകൂടെ ആയിരിക്കും. കാളയെപ്പോലെ പുല്ലു തിന്നുന്നതിന് നീ നിർബന്ധിതനാകും. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും. അങ്ങനെ ദൈവമായ കർത്താവ് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. എന്താണ് ആ പാഠം എന്നറിയാമോ? അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വപ്നം കാണിച്ചതും ഇത് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇത് സംഭവിച്ചു. 33-ാം വാക്യം. 33. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകന്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ലു തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു ബോധം നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നഖവും വളർന്ന് മുടിയും വളർന്ന് അങ്ങനെ ആകപ്പാടെ ആ മനുഷ്യൻ ഒരു 7 വർഷം ഒരവസ്ഥയിലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വചനം പറയുകയാണ്, 35-ാം തിരുവചനം, സകല ഭൂവാസികളും അവിടുത്തെ മുൻപിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ എന്തിനാണ് ഈ ചെയ്തതെന്ന് അവിടുത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. അതായത് ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും, എത്ര അധികാരമുള്ളവരും എത്ര സൈന്യബലമുള്ളവരും വലിയ വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും ആയാലും അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാത്തിൻ്റെയും മേലൊരു നിയന്ത്രണം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ഇതിൽ നമ്മൾ വിശ്വസിക്കണം. ഇതാണ് ദൈവവചനം. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാറ്റിൻ്റെയും മേൽ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരായും ദൈവത്തിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തും ഈശോയോട് ചേർന്ന് ക്രിസ്തു ശിഷ്യരായും ജീവിച്ചാൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടുള്ളൂ. എത്ര ഭീതി നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും എത്ര പേടിപ്പെടുത്തുന്ന സാഹചര്യമാണെങ്കിലും ജീവിതം നമ്മൾ തകർന്നു പോയി, കൈവിട്ടു പോയി, പിടിവിട്ടു പോയി, ഇനി ഒരു രക്ഷയില്ല, നമ്മൾ തീരാൻ പോവുകയാണ് എന്ന് കരുതിയാലും വിശ്വസിക്കണം, എല്ലാത്തിൻ്റെയും നിയന്ത്രണം സ്വർഗത്തിനുണ്ട്. ഹല്ലേലൂയ.